ഒരു ശലഭം ഭാഗം 12. അന്ന് രാത്രി അല്ലി അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടച്ചാ, അല്ലി പറഞ്ഞു. നന്ദിനി ഡ്രസ്സൊക്കെ അലമാരിൽ വയ്ക്കുന്ന തിരക്കിലായിരുന്നെങ്കിലും അല്ലിയും അനിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താടാ? അനി അല്ലിയോട് ചോദിച്ചു. എനിക്ക് രണ്ടുപേരോടും കൂടിയാണ് പറയേണ്ടത്, അവൾ അമ്മയെ നോക്കി പറഞ്ഞു. നന്ദിനി അവളുടെ അരികിൽ ചെന്നിരുന്നു. പറഞ്ഞോ, എന്തിനാ ഇത്ര ആലോചിക്കാൻ? അത് പിന്നെ ആദ്യേട്ടൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ. അന്ന് അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോൾ അച്ഛമ്മയും എന്തൊക്കെയോ പറഞ്ഞു. ആദ്യേട്ടൻ ചെറുപ്പത്തിൽ ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ. ഇന്ന് തന്നെ കണ്ടില്ലേ, അവർ അച്ഛനും അമ്മയും മകനും പരസ്പരം സംസാരിച്ചു പോലും ഞാൻ കണ്ടില്ല. ഒരു പുഞ്ചിരി പോലും പരസ്പരം കൊടുത്ത് കണ്ടില്ല. അത് ശരിയാണ് ഏട്ടാ, ഞാനും അത് ശ്രദ്ധിച്ചു, നന്ദിനിയും പറഞ്ഞു. ആദ്യേട്ടന് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് അച്ഛമ്മ പറഞ്ഞത്. ആദ്യേട്ടനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന്. എനിക്കിപ്പോൾ ഒരാഗ്രഹമേ ഉള്ളൂ, അച്ഛനും അമ്മയും എന്നെ കാണുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹത്തോടെ വേണം ആദ്യേട്ടനോട് പെരുമാറാൻ. അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. ഇപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ വിങ്ങുന്ന പോലെ. എല്ലാവരും ഉണ്ടായിട്ടും സ്നേഹം കിട്ടാതെ വളർന്നു എന്നൊക്കെ പറയുമ്പോൾ വഴിതെറ്റിപ്പോവാൻ എന്തൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. എന്നിട്ടും ഒക്കെ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയില്ലേ ആ പാവം. കുറേ സഹിച്ചിട്ടുണ്ടാവും അല്ലേ അച്ഛാ? അല്ലി അനിയുടെ നെഞ്ചിലേക്ക് കിടന്നു. അനിയും നന്ദിനിയും അല്ലിയുടെ മുടിയിൽ തഴുകി. അതിപ്പോൾ നീ പറഞ്ഞിട്ട് വേണോ അല്ലി? അത് ഞങ്ങളുടെ മൂത്ത മകൻ തന്നെയാണ്. അങ്ങനെ കണ്ടിട്ടുള്ളൂ, മോളെ വിഷമിക്കേണ്ട. അതല്ല അമ്മേ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇനിയും ആരെങ്കിലും ആദ്യമായിട്ടോട് അങ്ങനെയൊക്കെ പെരുമാറിയാൽ ഞാൻ നോക്കി നിൽക്കില്ല അമ്മേ, അല്ലി പറഞ്ഞു. അതപ്പോഴല്ലേ അല്ലി, നമ്മൾ പെണ്ണുങ്ങൾക്ക് ദൈവം കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ആണുക്കളെക്കാൾ നമ്മൾക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കുമ്പോൾ നിനക്കും അത് പറ്റും. അതിക്ക് ഭാര്യ മാത്രമല്ല, ഒരമ്മയായും കൂട്ടുകാരിയായും മോളുണ്ടാകണം, നന്ദിനി അല്ലിയെ സമാധാനിപ്പിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ നെഞ്ചിൽ തല വെച്ചിരിക്കുമ്പോഴും അല്ലിയുടെ മനസ്സ് മുഴുവൻ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായിപ്പോയ കൊച്ചു പയ്യനായിരുന്നു. അവനെ ഒരുപാട് സ്നേഹിക്കാൻ അവൾക്ക് തോന്നി. പുതിയൊരു കേസിന് തിരക്കിലായിരുന്നു ആദി. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി അല്ലി വിളിക്കാനവന് പറ്റിയിരുന്നില്ല. അല്ലിയും യോഗ ഡേയുടെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇത്തവണ എറണാകുളത്ത് വെച്ച് നടക്കുന്ന CM ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ അല്ലിയുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് അല്ലി സ്കൂളിലും ലീവായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതും അല്ലി ഫോണെടുത്ത് ആദ്യം വിളിച്ചു. ഫുൾ റിങ് ചെയ്തെങ്കിലും അവൻ കോൾ എടുത്തില്ല. അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി മഴ തന്നെയാണ്. അവിടെയുള്ള ഊഞ്ഞാലിലേക്ക് അല്ലി ഇരുന്നു. മഴയത്ത് ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലിക്ക്. ആദ്യമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായും കോൾ എടുത്തേനെ, അല്ലി ഓർത്തു. കല്യാണത്തിന് ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. പക്ഷേ മനസ്സിൽ എന്തൊക്കെയോ ആകുലതകളുണ്ട്. എല്ലാം ആദ്യേട്ടനെ കുറിച്ചാണ്. അവർ അച്ഛനും അമ്മയും മകൻ തമ്മിലുള്ള അടുപ്പക്കുറവൊക്കെ തനിക്ക് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു, അല്ലി ആഗ്രഹിച്ചു. മഴയും കാറ്റും കൂടിയതും അല്ലി അകത്തേക്ക് കയറി. സമയം 10 മണിയായിരുന്നു. കിടന്നതേ അവൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ആദ്യം വിളിച്ചത് അവൾ കണ്ടുമില്ല. രാവിലെ എന്നത്തെയും പോലെ 5 മണിയുടെ അലാറം കേട്ട് അല്ലി എഴുന്നേറ്റു. ഉറക്കക്ഷീണം മാറാൻ ആദ്യം തന്നെ മൊബൈൽ എടുത്ത് നോക്കിയതും ആദ്യയുടെ 2 മിസ്ഡ് കോൾ കണ്ട അവൾ ഞെട്ടിപ്പോയി. വേഗം ചാടി എഴുന്നേറ്റു. 11 മണിക്കാണ് കോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എഴുന്നേറ്റുണ്ടാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞ് വിളിക്കാം, അവൾ ഓർത്തു. ഫ്രഷായി അടുക്കളയിൽ ചെന്ന് അമ്മയും ചെറിയമ്മയും സഹായിച്ചു. സമയമായപ്പോൾ അവർ തന്നെ അല്ലിയെ റെഡിയാവാൻ ഓടിച്ചു വിട്ടു. പിന്നെ ക്ലാസ്സിൽ പോകാൻ റെഡിയായ ശേഷമാണ് അല്ലി ആദ്യം വിളിക്കാൻ ഫോൺ എടുത്തത്. ഫുൾ റിങ് ആയെങ്കിലും അവൻ പിന്നെയും കോൾ എടുത്തില്ല. അല്ലിയുടെ മുഖമൊന്ന് വാടി. ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലേ, അവൾ നിരാശയോടെ ഓർത്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് ഇറങ്ങി. വണ്ടി പാർക്ക് ചെയ്ത് സ്കൂളിലേക്ക് നടക്കുമ്പോഴാണ് ആദ്യയുടെ കോൾ വന്നത്. അല്ലി വേഗം കോൾ എടുത്തു. ഹലോ ആദ്യേട്ടാ. കൃതി. ആദ്യയുടെ ക്ഷീണിച്ച ശബ്ദം കേട്ട് അല്ലിയുടെ മുഖം ചുളുങ്ങി. എന്തു പറ്റി ആദ്യേട്ടാ? ശബ്ദം വരാതിരിക്കുന്നു, സുഖമില്ലേ? അവൾ ചോദിച്ചു. ചെറിയൊരു പനി. ഇന്നലെ വിളിച്ചത് ഞാൻ കണ്ടില്ല, നല്ല ബിസിയായിരുന്നു, ആദ്യ പറഞ്ഞു. ആദ്യം ഡോക്ടറെ കണ്ടോ? അല്ലി ചോദിച്ചു. കയ്യിൽ മെഡിസിൻ ഉണ്ട് കൃതി, അത് കഴിച്ചു.
അല്ലിയുടെ മുഖം ഒന്ന് വാടി. ഇപ്പോൾ വീട്ടിലല്ലേ ആദ്യേട്ടാ? ഇല്ലടാ, ഞാൻ ഫ്ലാറ്റില്ല. കൃതി സ്കൂളിലാവും അല്ലേ? ആദ്യട്ടം കഴിച്ചോ? ഫുഡ് ഓർഡർ ചെയ്യണം കൃതി. അഡ്രസ്സ് പറയാം, ഞാൻ ഓർഡർ ചെയ്യാം, അല്ലി പറഞ്ഞു. ആദ്യം മറുത്തൊന്നും പറയാതെ അവൾക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അവനൊന്ന് കിടന്നാൽ മതിയായിരുന്നു. റെസ്റ്റ് എടുക്കാതെ ഏട്ടാ, ഫുഡ് ഇപ്പോൾ വരും, അതും കഴിക്കുക കേട്ടോ, എന്നിട്ട് മരുന്ന് കഴിക്കുക. അല്ലേ അവനോട് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ സമയം കടന്നു പോകവേ അല്ലിക്ക് ഇരിപ്പുറക്കുന്നില്ലായിരുന്നു. അവൾ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യം പറഞ്ഞു. സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് നേരെ അതിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പോകുന്ന വഴി കുറച്ച് മരുന്നുകളും പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്തി. അവിടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. മറൈൻ ഡ്രൈവ് കഴിഞ്ഞായിരുന്നു അവൻ്റെ ഫ്ലാറ്റ്. വണ്ടി പാർക്ക് ചെയ്ത് അവൾ അകത്തേക്ക് ചെന്ന് ലിഫ്റ്റിൽ കയറി ആദ്യയുടെ റൂമിലേക്ക് നടന്നു. ആദ്യയുടെ ഫ്ലാറ്റിന് മുന്നിലെത്തിയതും അവൾക്ക് സങ്കടം തോന്നി. ഡെലിവറി ചെയ്ത ഫുഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് അവൾ കോളിംഗ് ബെൽ അടിച്ചു. തുടർച്ചയായി കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് ആദ്യ കണ്ണുകൾ തുറന്നത്. അല്ലി വിളിച്ചു കഴിഞ്ഞതും കയറി കിടന്നതാണ്. അപ്പം തന്നെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അല്ലി ഓർഡർ ചെയ്ത ഫുഡ് ഡെലിവറി ആയിരിക്കും എന്ന് ഓർമ്മ വന്നതും അവൻ പതുക്കെ എഴുന്നേറ്റു. ബെഡിൽ നിന്നിറങ്ങി നേരെ ചവിട്ടിയത് നനഞ്ഞ എന്തിലോ ആണ്. നോക്കിയപ്പോൾ ഇന്നലെ മഴ നനഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ ഊരിയിട്ടത് അവിടെ തന്നെ കിടന്നിരുന്നു. അങ്ങനെ ഒന്നും വലിച്ചു വാരിയിടുന്ന ശീലമില്ല അവന്. പക്ഷേ കുറേ ദിവസമായുള്ള അലച്ചിലും ഇന്നലത്തെ മഴയും പനിയും ഒക്കെ കൂടി അവനെ വലിച്ചു കളഞ്ഞിരുന്നു. ഒരുവിധം റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിലേക്ക് നടന്നു. നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ ഒരുത്തൻ ഡോറ് തുറന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആദ്യം ഞെട്ടിപ്പോയി. കൃതി, അവൻ വിളിച്ചു. അല്ലിയെ കണ്ട അവൻ പകച്ചു നിന്നു. നിറങ്ങളുള്ളൊരു ശലഭം, ഭാഗം 13. കൃതി, അവൻ വിളിച്ചു. ആദ്യം അല്ലിയെ കണ്ട് പകച്ചു നിന്നു. അല്ലി അകത്തേക്ക് കയറി. അവൻ്റെ നെറ്റിയിൽ കൈ വെച്ച് നോക്കി. ആദ്യം ഒന്ന് ആടിപ്പോയി. അവളവനെ പിടിച്ചു നിർത്തി. ദൈവമേ, ഇപ്പോൾ വീണേനേലോ. വാ, ഇവിടെ ഇരിക്കുക. നല്ല പനിയുണ്ടല്ലോ ആദ്യേട്ടാ, മരുന്ന് കഴിച്ചില്ല അല്ലേ? അല്ലി അവൻ്റെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. ആദ്യം അവളെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇല്ല, ഉറങ്ങിപ്പോയിരുന്നു. ഫുഡ് വന്നതുപോലെ അറിഞ്ഞില്ല, ആദ്യം പയ്യെ പറഞ്ഞു. കൃതിക്കുന്ന ക്ലാസ്സില്ലേ? പിന്നില്ലേ, ലീവ് എടുത്തു. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ലായിരുന്നു. ആദ്യേട്ടനോട് ഒറ്റയ്ക്കല്ലേ. അപ്പോൾ തന്നെ അച്ഛനെയും അമ്മയും വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അല്ലി പറഞ്ഞത് കേട്ട് ആദ്യയുടെ ഹൃദയം ഒന്ന് കുതിച്ചുപോയി. അവൻ അവളെ ഉറ്റു നോക്കിയിരുന്നു. അല്ലി ബാഗൊക്കെ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചു. കിച്ചൺ എവിടെയാ? അല്ലി ചോദിച്ചു. ആദ്യം ഒരു ഡോറിന് നേർക്ക് ചൂണ്ടിക്കാണിച്ചു. ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്, അതിപ്പോൾ തരാം, എന്നിട്ട് മരുന്ന് കഴിക്കാം. അവൾ കൊണ്ടുവന്ന ഒരു കവറുമായി കിച്ചണിലേക്ക് പോയതും അവളെ നോക്കിയിരുന്ന ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് വയ്യെന്നറിഞ്ഞ് അല്ലി വരുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള കെയറിങ്ങൊക്കെ കിട്ടിയിട്ട് കാലങ്ങളായല്ലോ. അവൻ സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അല്ലി കിച്ചണിൽ കയറി ഒരു പ്ലേറ്റിൽ ദോശയും ചട്നിയും എടുത്തു. എന്നിട്ട് പ്ലേറ്റുമായി ആദ്യയുടെ അടുത്തേക്ക് നടന്നു. ആദ്യേട്ടാ, അല്ലി വിളിച്ചു. ആദ്യ പതുക്കെ കണ്ണുകൾ തുറന്നു. ഇത് കഴിക്ക്. അവൾ പ്ലേറ്റ് നീട്ടി. ആദ്യം പ്ലേറ്റ് വാങ്ങി ദോശ എടുക്കാൻ പോയതും തനിയെ കഴിക്കാൻ പറ്റുമോ? ഞാൻ ഞാൻ വാഴ്ത്തരട്ടെ? അല്ലി ചമ്മല് മറിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യം വീണ്ടും അത്ഭുതത്തോടെ അവളെ നോക്കി. എന്നിട്ട് അവളെക്കാൾ ചമ്മലോടെ പ്ലേറ്റ് അവൾക്ക് നീട്ടി. അല്ലി സന്തോഷത്തോടെ പ്ലേറ്റ് വാങ്ങി ഒരു പീസ് എടുത്ത് ചട്നിയിൽ മുക്കി അവൻ്റെ വായിലേക്ക് നീട്ടി. ആദ്യം അത് വാങ്ങി കഴിച്ചു. അല്ലിയുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ചതും അതിക്ക് നെഞ്ചൊക്കെ വിങ്ങുന്നത് പോലെ തോന്നി. നിറയാൻ തുടങ്ങിയ കണ്ണുകളെ അവൻ പിടിച്ചു നിർത്തി. അല്ലി ഉറ്റു നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. അല്ലി അവന് മരുന്ന് കൊടുത്തു. ഇനി ആദ്യമായിട്ട് ചെന്ന് കിടന്നു. അവൾ ആദ്യയുടെ കൂടെ റൂമിലേക്ക് ചെന്നു. റൂമിൻ്റെ അവസ്ഥ കണ്ട അല്ലി ഒന്ന് അവന് നോക്കി. സോറി കൃതി, ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും കിടന്നാലും മതി എന്നോർത്താണ് വന്നത്. ഞാനിപ്പോൾ മാറ്റാം. വേണ്ട, ആദ്യമായിട്ടും കിടന്നോ, ഇതൊക്കെ ഞാൻ മാറ്റിക്കോളാം. ഏയ്, അത് ശരിയാവില്ല, ഞാൻ ചെയ്യാടോ. അവനവളെ തടയാൻ നോക്കി. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാനും ചെയ്യേണ്ടതല്ലേ. കുറച്ച് നേരത്തെ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. അവളെ ഒന്ന് നോക്കിയിട്ട് ബെഡിലേക്ക് കിടന്നു. അവൻ കിടന്നതിന് ശേഷം അവൾ ഡ്രസ്സൊക്കെ എടുത്ത് ലോണ്ടറി ബാഗിലേക്ക് ഇട്ടു. എന്നിട്ട് അതുമായി അപ്പുറത്തേക്ക് പോയി.
അവൾ പോയതും ആദ്യം പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞ് അല്ലി വന്ന് അവൻ നെറ്റിയിലേക്ക് നനവുള്ള ഒരു വെള്ളത്തുണി ഇട്ട് കൊടുത്തു. നെറ്റിയിലെ നനവിൽ ആദ്യം ഞരങ്ങിയെങ്കിലും പിന്നെയും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അല്ലി അടുക്കളയിൽ ചെന്ന് മൊത്തം ഒന്ന് നോക്കി. പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അവിടെ ആകെ ചായ മാത്രം വയ്ക്കാറുള്ളെന്ന് അവൾ ഉറപ്പിച്ചു. അവിടെയൊക്കെ നോക്കി ഒരു കുക്കർ കിട്ടിയതിലേക്ക് അവൾ കുറച്ച് പൊടിയരിക്കഞ്ഞി ഇട്ട് വേവിക്കാൻ വെച്ചു. അതിൽ കഴിക്കാനുള്ള പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയപ്പോഴേക്കും 1 മണിയോളമായിരുന്നു. ഇടയ്ക്ക് ചെന്ന് ആദ്യയുടെ നെറ്റിയിലെ തുണി പിന്നെയും നനച്ചിട്ടു. എല്ലാം ഒന്ന് ഒതുക്കി ഫ്രീ ആയതിനു ശേഷമാണ് അവൾ അച്ഛനമ്മയെ വിളിച്ച വിവരങ്ങൾ പറഞ്ഞത്. എന്നിട്ടാണ് അവൾ ആലിയെ വിളിച്ചത്. ഹലോ ആലി, നീ ഫ്രീ ആണോ? അലി ചോദിച്ചു. ഞാൻ ഫ്രീ ആണ്. നീ എന്താ ഈ സമയത്ത്? അലി വാച്ചിലേക്ക് നോക്കി. എടി, സാമിച്ചൻ എവിടെയാ ഉള്ളത്? ഇപ്പോൾ ഹൈക്കോർട്ടിലുണ്ടാവും. എന്താണ് കാര്യം? അത് പിന്നെ ഞാനിപ്പോൾ ആദ്യേട്ടൻ്റെ ഫ്ലാറ്റിലാണ് ഉള്ളത്. എന്താ? ആലി അന്തം വിട്ടുപോയി. അത് പിന്നെ രാവിലെ വിളിച്ചപ്പോൾ ആൾക്ക് നല്ല പനി. ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. എൻ്റെ മോൾക്ക് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആലി ചോദിച്ചു. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട്, നല്ല ഉറക്കമാണ്. അപ്പോൾ ഭാര്യ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്തു തുടങ്ങിയോ? ആലി അവളെ കളിയാക്കി ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, ഇവിടെ ഒറ്റയ്ക്കല്ലേ, അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അറിയട്ടെ എന്ത് ചെയ്തെന്ന് ഓർത്തിട്ട് എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ, അലി സങ്കടത്തോടെ പറഞ്ഞു. ദൈവം അറിഞ്ഞാൽ നമുക്ക് പാർട്ട്നേഴ്സിനെ തരുന്നത് അല്ലേ അല്ലി? നീ ആദ്യക്ക് പറ്റിയ പാർട്ട്ണർ തന്നെയാണ്. അല്ല, നീ എന്തിനാ സാമിച്ചൻ ചോദിച്ചത്? എന്താ ആവശ്യം? ആലി ചോദിച്ചു. എടാ, അത് ഞാൻ വൈകിട്ട് പോവില്ലേ, അപ്പോൾ ആദ്യത്തിന് ഒറ്റയ്ക്കാവില്ലേ? സാമിച്ചനോട് നൈറ്റ് ഇവിടെ നിൽക്കാൻ പറയോ നീ പ്ലീസ്, അല്ലി പറഞ്ഞു. ഇതിനാണോ? ഞാൻ പറഞ്ഞോളാം. നീ ഇറങ്ങുമ്പോൾ സാമിച്ചനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ആൾ ചെന്നോളും. അപ്പോഴാണ് അല്ലിക്ക് സമാധാനമായത്. രാത്രി അവൻ ഒറ്റയ്ക്കാവുന്ന കാര്യം അല്ലിക്ക് ഓർക്കാൻ കൂടെ വയ്യായിരുന്നു. അവൾ വേഗം ആദ്യയുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ അരികിലിരുന്നു. ഉറങ്ങുന്ന ആദ്യയെ അവൾ വാത്സല്യത്തോടെ നോക്കി. അവൻ്റെ മുകളിൽ തഴുകിയിരുന്ന് പിന്നീട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു. കുറച്ച് കഴിഞ്ഞതും ആദ്യം ഉറക്കം എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നതും അവൻ പുറകിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലിയെ കണ്ടില്ല. അപ്പോൾ കൃതി വന്നത് സ്വപ്നം കണ്ടതായിരുന്നോ? അവൾ വന്നതും ഭക്ഷണം വാഴ തന്നതും ഒക്കെ സ്വപ്നമായിരുന്നോ? ആദ്യയുടെ മുഖം വാടിപ്പോയി. നിരാശയോടെ അവൻ ബെഡിൽ നിന്ന് നിരങ്ങിയിറങ്ങാൻ തിരിഞ്ഞതും അവൻ്റെ അരികിലായി ഹെഡ് ഡ്രസ്സിൽ ചാരി ഉറങ്ങുന്ന അല്ലിയെ അവൻ കണ്ടു. ആ നിമിഷം ആദ്യയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിക്ക് അഴകായിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ നീ അവളുടെ അരികിൽ ചെന്നു അലിയുടെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്ത് പുഞ്ചിരിയാണ്. അവൻ കൊതിയോടെ അവളെ നോക്കി ഇരുന്നു പോയി. കൃതി, അവൻ പയ്യെ അവളുടെ പേര് വിളിച്ചു. എനിക്ക് വേണ്ടി ഇയാൾ വന്നോ ഇവിടെ? അവളുടെ ഹൃദയം നിറഞ്ഞു പോയി, ഒപ്പം കണ്ണുകളും. അവൻ കൈകൾ ഉയർത്തി പതുക്കെ അവളുടെ കവിളിലൊന്ന് തഴുകി. എൻ്റെ നെഞ്ചിങ്ങനെ സന്തോഷം കൊണ്ട് തിങ്ങി നിറഞ്ഞതുപോലെ തോന്നല്ലോ കൃതി. അവൻ്റെ ശബ്ദം